എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ വീഡിയോയിലുള്ളത്. അപ്പോൾ ഉച്ചയ്ക്ക് കുറേ നേരം കിടന്ന് ഉറങ്ങിയതിനൊക്കെ ശേഷം വൈകുന്നേരം കാശിക്കുട്ടൻ സ്കൂളിലോട്ട് വരാറായപ്പോഴാണ് കേട്ടോ മുറ്റത്തോട്ട് ഇറങ്ങിയത്, മോട്ടർ ഇടാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പം കതക് തുറന്ന് നോക്കിയപ്പോഴത്തേന് ചിന്നുവിൻ്റെ മോൾ അവിടെ തിണ്ണയിൽ കിടപ്പുണ്ടായിരുന്നു. നമ്മൾ എവിടെ വെച്ച് കണ്ടാലും വാലാട്ടിക്കൊണ്ട് വരും കേട്ടോ. ഇപ്പം ഇടയ്ക്ക് ചിന്നുവിനെയും പിള്ളേരെ ആരെയും ഇങ്ങോട്ട് കാണാറേ ഇല്ലായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഒരു ദിവസം അവൾ വന്നപ്പോൾ ഞാൻ ചോറ് കൊടുത്തതിന് ശേഷം ഇവളെങ്ങും പോവാറില്ല, ഇവിടെ തന്നെ കിടക്കുന്നത്. പിന്നെ ഞാൻ മോട്ടറൊക്കെ ഇട്ടിട്ട് വന്നതിന് ശേഷം അവൾക്ക് കുറച്ച് ബിസ്ക്കറ്റൊക്കെ എടുത്തുകൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ പിന്നെ മോട്ടറൊക്കെ ഓഫാക്കിയിട്ട് ഒന്ന് നമ്മുടെ ബ്ലാക്കിയും ഗോപുവിനെയൊക്കെ അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ വീട്ടിനകമൊക്കെ ഒന്ന് തൂത്തുവാരി മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങി. പിന്നെ മുറ്റം തൂക്കുന്നില്ലെന്ന് കരുതിയിട്ട് പിന്നെ പിള്ളേരോടെ കുറച്ച് നേരം മുറ്റത്ത് നിന്ന്. മനസ്സേ വളർന്ന ഗോമാളികൾ അടക്കിനാൽ മാനാദി ദോഷങ്ങൾ ആത്മാക്കുണ്ടായി വരാം. ഖേദങ്ങൾ ഒഴിഞ്ഞവരനുജയുന്ന തെളിഞ്ഞാതരാലയച്ചവരോട് യാത്രയും ായവഞ്ചെന്ന മന്ദിരമുഖം നീതികൾ അനുകരിച്ചങ്ങനെ മരുവിത അന്ന് രാത്രിയുമേവം പൊയ്ക്കഴിഞ്ഞളവുടൻ അന്യമാത്രരെ നിരസന്നിധവും ചെയ്യാതെ നിന്നീരും മാന്മാരും പിഞ്ചു വന്നു നിജ മുന്നിലാനന്ദം പൂണ്ട് തൊഴുതു നിൽക്കും നേരവും ചെന്നുതാൻ വസുദേവപത്നി പെറ്റുണ്ടായി വന്ന കന്യക തന്നെ കൊൽവാനാരംഭിച്ച കന്യക വഴുതി പോയി ഉൾക്കരം പ്രാപിച്ചു നിന്നരുളി ചെയ്ത് കേട്ട വർത്തമാനവും തനിക്കുണ്ടായ വിചാരവും ചിത്തശാന്തി ചാഞ്ചല്യം കറന്നാച്ചുത. മുറ്റമൊക്കെ തൂക്കണമെന്നും പറഞ്ഞൊക്കെ വെളിയിൽ ഇറങ്ങിയാണ്. പിന്നെ മുറ്റം തൂക്കുന്നില്ലെന്ന് വെച്ചാൽ ഇവന്മാർക്ക് ഇടയ്ക്ക് വയറുകടി വരുമ്പോഴത്തേനും ഞാൻ മുറ്റത്തുനിന്ന് കുറേ പോച്ചയൊക്കെ പിച്ചിക്കൊണ്ടിട്ട് കൊടുക്കും. അങ്ങനെ ഉച്ചയ്ക്ക് കുറേ പിച്ചി ഇട്ടതെല്ലാം അകത്തുണ്ടായിരുന്നു, അതെല്ലാം തൂത്ത് മുറ്റത്തോട്ട് കൂട്ടി വെച്ചിട്ട് പിന്നെ കാശിക്കുട്ടൻ വന്നതിന് ശേഷം ചായയൊക്കെ ഇടാൻ വേണ്ടി വന്നതാണേ. അപ്പം കുറേ പാലൊക്കെ തിളപ്പിച്ചിന്ന് കാശിക്കുട്ടന് പാല് മതിയെന്ന് പറഞ്ഞ് അവനൊരു കപ്പിനകത്ത് കുറച്ച് ഒഴിച്ച് വെച്ചിട്ട് ബാക്കി പിള്ളേർക്കുള്ളത് ഞാൻ തണുക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ച്, എന്നിട്ട് എനിക്ക് ചായ ഇടാനുള്ളത് അത് ഞാൻ കുറച്ച് തേയിലയൊക്കെ ഇട്ട് അതൊന്ന് ചായയാക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ടേ. പിന്നെ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ എനിക്ക് കുടിക്കാനുള്ള ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ ചായയുടെ കൂടെ ബ്രെഡും ബിസ്ക്കറ്റും ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് 2 ബ്രെഡൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് ഉച്ചയ്ക്ക് ഞാൻ പ്രത്യേകിച്ച് കറികളൊന്നും വെച്ചില്ല, അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഞാൻ ചോറൊന്നും കഴിച്ചില്ല, കുറേ നേരം കിടന്ന് ഉറങ്ങി. പിന്നെ തലേന്നത്തെ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് പിള്ളേർക്ക് വറുത്ത് കൊടുക്കാമെന്ന് കരുതി. എന്നും ഇപ്പം മഞ്ഞളിട്ട് വേവിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവന്മാർ തിന്നാൻ ഭയങ്കര പാടാ. ചിക്കൻ മാത്രം എടുത്ത് കഴിച്ചിട്ട് ചോറ് കഴിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ കരുതി ഇന്നിത്തിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഇളക്കി വെച്ചിട്ട് ഇത്തിരി എണ്ണയൊക്കെ ഒഴിച്ച് അതൊന്ന് വറുത്ത് കൊടുക്കാമെന്ന് കരുതി. നല്ലപോലെ മൊരിച്ചെടുക്കുകയൊന്നുമില്ല, ഒന്ന് വേവിച്ചെടുക്കത്തേ ഉള്ളൂ. അപ്പം അങ്ങനെ കൊടുക്കാമെന്ന് കരുതി ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ആവശ്യത്തിന് എണ്ണയൊക്കെ ഒഴിച്ച് അതൊന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ എണ്ണയിലിട്ട്. പിന്നെ ഇന്ന് ചോറിന് പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കാശിക്കുട്ടന് വൈകുന്നേരം വന്നപ്പം കുഴിമന്തി വേണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ അടുത്ത് കടയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് കുഴിമന്തിയും. പിന്നെ നമ്മൾ കഴിക്കാൻ മേടിക്കുമ്പോൾ അവന്മാർക്കൊന്നും മേടിക്കാതിരിക്കുന്നത് ശരിയല്ല. അപ്പോൾ ഞാൻ കുറച്ച് അൽഫാമും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് വൈകുന്നേരമാണ് കേട്ടോ അത് കൊണ്ടുവന്നത്. അപ്പോൾ അത് മേടിച്ചുകൊണ്ട് വെച്ചിട്ട് കാശിക്കുട്ടൻ കുളിക്കാനൊക്കെ അങ്ങ് പോയി. പിന്നെ കുഴിമന്തി ബ്ലാക്കി കഴിക്കാം, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഴിമന്തി. പിന്നെ ചിക്കുവിന് നമ്മളെ ചോറ് തന്നെ വേണം. അവന് അങ്ങനെ കടയിൽ നിന്ന് മേടിക്കുന്ന കുഴിമന്തിയോ അങ്ങനെയുള്ള സാധനം, ബിസ്ക്കറ്റ് അങ്ങനെയുള്ള ഒരു സാധനം അവന് ഇഷ്ടമല്ല. വല്ലപ്പോഴും അത്ര വിശപ്പാണെങ്കിൽ മാത്രം ആരോ റൂട്ട് കഴിക്കും, പിന്നെ അല്ലാതെ ഒന്നും അവൻ കഴിക്കത്തില്ല. അപ്പോൾ അവനുള്ള ചോറുണ്ട്. ചോറ് ഉച്ചയ്ക്ക് വെച്ചൊന്നും അങ്ങനെ ആരും കഴിച്ചിട്ടില്ല. പിന്നെ അത് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അവന് കൊടുക്കാൻ വേണ്ടി.
പിന്നെ ഇന്നിപ്പം ഈ വറുക്കുന്ന ചിക്കൻ നാളെ അവന്മാർക്ക് കൊടുക്കാമെന്ന് കരുതി. ഇന്ന് എന്തായാലും കുഴിമന്തി മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെയും കിട്ടും, പിന്നെ അല്ലാതെ അൽഫാമും മേടിക്കുന്നുണ്ടല്ലോ, അപ്പം അതൊന്ന് കഴിക്കാമെന്ന് കരുതി. പിന്നെ ഞാൻ അതൊന്ന് വറുത്ത് മാറ്റി വെച്ചിട്ട് നാളെ കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നാളത്തേക്കുള്ള അരിയും കൂടെ ഇന്ന് ഞങ്ങൾ അടുപ്പിടാമെന്ന് കരുതി. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുളിച്ചിട്ടൊക്കെ വന്നിട്ട് മേടിച്ചുകൊണ്ട് വന്ന കുഴിമന്തിയും അൽഫാമും ഒക്കെ കഴിക്കാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ചിക്കും ബ്ലാക്കിയും ഗോപും എല്ലാവരും കൂടെയുണ്ട്. പിന്നെ അൽഫാം മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ കുബൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനതൊന്നും കഴിക്കത്തില്ല. അപ്പം കാശിക്കുട്ടൻ അത് വേണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഉള്ളത് പാത്രത്തിൽ എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ എന്താഹാരം കൊണ്ട് കൊടുത്താലും അല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ ഇവിടെ ചിക്കുവിൻ്റെ അടുത്ത് നിന്നിരുന്നാലും ഭയങ്കര വഴക്കാണ് കേട്ടോ. അവനിപ്പം ഈ ആഹാരത്തോട് ഭയങ്കര ദേഷ്യമാണ്. ആഹാരം കൊണ്ടുവച്ചിട്ട് നമ്മൾ അടുത്തൂടെ പോയി കഴിഞ്ഞാൽ നമ്മളോട് ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ ഞാനാണെങ്കിൽ എല്ലാവർക്കും ഉള്ളത് എടുത്തു വെക്കുമ്പോൾ അവിടെ നിന്ന് അങ്ങ് വഴക്കുണ്ടാക്കുക. ബ്ലാക്കിയിലൂടെയും കാശിയിലൂടെയും എല്ലാം ഭയങ്കര വഴക്കാണ് അവൻ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് കഴിക്കാനൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ വൈകുന്നേരം നമുക്ക് കുഴിമന്തിയാണ് കേട്ടോ. അപ്പം ചിക്കൂട്ടൻ അവിടെ ഇരുന്ന് വഴക്ക് ഉണ്ടാക്കുന്നുണ്ട്, കാശി അവിടെ ഇരുന്ന് ഓരോ കോപ്രായം കാണിക്കുമ്പം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാമേ. ടാറ്റാ.